2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. MES കൊച്ചി താലൂക്ക് കമ്മിറ്റിയും കൊച്ചി കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് 2024 KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. MES കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെയും MES കൊച്ചി കോളേജിന്റെയും നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് 2024 MES കൊച്ചി കോളേജിൽ സംഘടിപ്പിച്ചു. അവാർഡ് വിതരണം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഉദാഹരണമാണ് ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ 3 വർഷം സൂചിപ്പിച്ചത്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ് സീറ്റിന്റെ സ്ഥിതിയുള്ള സെമസ്റ്റർ ഫീസിന് പുറമെ ഡൊണേഷൻ കൊടുക്കുന്നത്. ഇവിടെ MES കോളേജിന്റെ പ്രപ്പോസൽ എന്ന് പറയുന്നത് സെമസ്റ്റർ ഫീസ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി കൊടുക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള യാത്രാ സൗകര്യങ്ങൾ, അതൊക്കെ വിദ്യാഭ്യാസ മേഖല പ്രോത്സാഹനങ്ങളാണ്. അതൊക്കെ ചെയ്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. MES കൊച്ചി താലൂക്ക് പ്രസിഡന്റ് KM ഹസൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികളാണ് കൂടുതൽ. അവരൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരുവാനും പശ്ചിമ കൊച്ചിയിലുള്ള എല്ലാ സ്കൂളുകളിലും +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള കോളേജുകൾ നമുക്കിവിടെ ഇല്ല. 5 കോളേജേ ഉള്ളൂ. പരമാവധി കുട്ടികൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്ന കോളേജാണ് MESന്റെ ഏറ്റവും ടോപ്പ് കോളേജിൽ ഞങ്ങൾ അടിവയറ്റ് പറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. കാരണം കൊച്ചിയിലുള്ള കോളേജിൽ എല്ലാ സംഘടനക്കും 1 കോളേജേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ തന്നെ 6-7 കോളേജുകളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ ഉണ്ട്. അവിടെയൊക്കെ നല്ല രീതിയിൽ 1000-2000 പിള്ളേര് പഠിക്കുന്ന കോളേജുകളെല്ലാം തന്നെ അത്രയും സൗകര്യമുള്ള ക്യാമ്പസും അത്രയും സൗകര്യമുള്ള പഠിപ്പും അത്ര സഹായങ്ങളും. MESന്റെ സ്കോളർഷിപ്പ് കൊടുക്കേണ്ടി വന്നാൽ ആ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കാനുള്ള സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ സംഘടനയാണ് MES. അതിൽ അവിടെ ജാതിഭേദമൊന്നുമില്ല, ജാതിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ആര് വന്നിരുന്നാലും ശരി അവർക്ക് വേണ്ടി എല്ലാ സഹായം കൊടുത്ത് പഠിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കോളേജിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റുള്ള കോളേജിന്റെ മാതിരി തന്നെ MLA പിടിക്കുന്നതിന് ഒരുപാട് നമ്മൾ സഹായിച്ചിട്ടുള്ള MLA അറിയാം, നമുക്കറിയാൻ പറ്റും. കാരണം എന്തൊരു തർക്കവും വഴക്കും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മുടെ കോളേജിൽ വളരെ MES കൊച്ചി കോളേജ് സെക്രട്ടറി KM മുഹമ്മദ് അഷ്റഫ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. MGU UGP ആമുഖം MES ജില്ലാ പ്രസിഡന്റ് KM ലിയാഖത്ത് അലി ഖാൻ നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സക്കീർ ഹുസൈൻ മുഖ്യ പ്രഭാഷണം നടത്തി. MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM അഷ്റഫ്, ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് KL ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അവാർഡ് നൽകുകയും ഇപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ലിയാഖത്ത് ഖാൻ നമുക്കൊരു ക്ലാസ് എടുക്കുകയുണ്ടായി. 4 വർഷമാവുമ്പോൾ എന്താണ് സംഭവിക്കാമെന്നുള്ളതിനെ പറ്റി നമ്മുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ മാതിരി നമുക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല. വളരെ സൗകര്യമാണ്. കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഗവൺമെന്റ് എല്ലാ സിലബസുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസിയായിട്ട് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും വിദേശത്തും മറ്റും പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. MES ജില്ലാ സെക്രട്ടറി EM നിസാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VU ഹംസക്കോയ, MES കൊച്ചി കോളേജ് ചെയർമാൻ A അബ്ദുൽ ഹമീദ്, പഞ്ചായത്ത് അംഗം മാർഗരറ്റ്, കൊച്ചി താലൂക്ക് സെക്രട്ടറി PY സലീം, യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ BH, കൊച്ചി താലൂക്ക് വൈസ് പ്രസിഡന്റ് AM അയ്യൂബ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് അൻവർ, MES കൊച്ചി കോളേജ് പ്രിൻസിപ്പൽ PK യാക്കൂബ്, താലൂക്ക് ട്രഷറർ VP ബഷീർ,
താലൂക്ക് ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി അമീർ, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ സലീം, ജില്ലാ കമ്മിറ്റി അംഗം കെ എം ഷാഹുൽ ഹമീദ്, കോർഡിനേറ്റർ എം സലീം, കോർഡിനേറ്റർ അജാസ് റഹീം, യൂത്ത് വിംഗ് താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെയ്ജു ഇരട്ടക്കുളം എന്നിവർ സംസാരിച്ചു. MB അഷ്റഫ്, ഖലീൽ റഹ്മാൻ, ബി ഹംസ, KH സിയാദ്, KB അഷ്റഫ്, ജിബിൻ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.